ഒരുപക്ഷേ ഒരാൾ ഇതിനെക്കുറിച്ച് സമർത്ഥിക്കാൻ വേണ്ടിയുണ്ട്. നോക്കാം. ആശ, നമ്മൾ ബഡ്ഡി എന്ന സിനിമയോട് ബന്ധപ്പെട്ടാണ് നമ്മൾ അറിയുന്നത്, അടുക്കുന്നത്. യു ബിക്കം എ വെരി ഗുഡ് ഫ്രണ്ട് ഓഫ് മൈൻ. ആശയോടൊരു ചോദ്യം എന്നൊക്കെ പറഞ്ഞാൽ എനിക്കത് വളരെ പ്രശസ്തമായൊരു സിനിമാ ഡയലോഗാണ് എനിക്ക് ആശയോട് ചോദിക്കാനുള്ളത്. ഇത്രയും കാലം എവിടെയായിരുന്നു? ഇത്രയും കാലം ആശ എവിടെയായിരുന്നു? ഞാൻ എൻ്റെ ഭർത്താവിൻ്റെയും പിള്ളേരുടെയും കൂടെ അവരെയൊക്കെ നോക്കി സുസ്ഥമായിരിക്കുകയായിരുന്നു. ഒരുപക്ഷെ അനൂപിനെ പോലുള്ള നല്ലൊരു കലാകാരൻ ഇങ്ങനെ പറയുമ്പോൾ കുറച്ചും കൂടി നേരം ആശ ഇപ്പോഴും യൗവനത്തിലാണ്, സുന്ദരിയാണ് എന്ന് സന്തോഷമുണ്ടോ? തീർച്ചയായിട്ടും ഒരുപാട് ഇനി മൈലുകൾ പോകാൻ പറ്റും. പക്ഷെ എങ്കിൽ പോലും ഒരുപക്ഷെ നേരത്തെ തുടങ്ങിയിരുന്നെങ്കിൽ സിനിമയിൽ ഒരു മുടിചൂടാ മന്നയായി നിൽക്കാമായിരുന്നു. ഇനി ആയിക്കൂടെ? ഇനി ആകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ല, ഇല്ല അല്ലേ? അങ്ങനെ ഒരു നഷ്ടബോധവുമില്ല. അതായത് ഇനിയും വഴികൾ ഇനിയും ചെയ്യാമല്ലോ. അതല്ലേ ഞാൻ പറഞ്ഞേ, പിള്ള സാറിനെ പോലെ 90 കഴിഞ്ഞാലും ഞാനും അച്ഛനും കൂടെ അഭിനയിക്കുന്നു. ഞാൻ പറയൂ അച്ഛൻ്റെ അടുത്ത് 95 വരെയെന്നല്ലേ ആശ പറഞ്ഞു? 95. അഹങ്കാരത്തിന് ഊറ്റിക്കുറവില്ല. 95 വയസ്സ് വരെ അഭിനയിക്കും. കുറച്ച് അഹങ്കാരമൊക്കെ ഉണ്ടോ? അഹങ്കാരം ഇല്ല. തോന്നുന്നുണ്ടോ? അഹങ്കാരം ഇല്ല. അല്ല, ആശയുടെ പിന്നെ ഈ ഫേഷ്യൽ ഫീച്ചേഴ്സിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, ആശയുടെ പുരുകം കുറച്ച് ഉയർന്ന. ഈ പുരുകം ചില പ്രേക്ഷകർ വിചാരിക്കും ഇയാൾക്ക് വേറൊരു പണിയില്ല. പുരുകം ഉയർന്നവരെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാർ അവരറിയാതെ എന്താ പറയുക പ്രസരിപ്പിക്കുന്ന ഒരു സംഭവമുണ്ട്, ഒരു അല്പ കെമത്തി, അഹങ്കാരമെന്ന്. ഇപ്പോൾ അഹങ്കാരത്തിൻ്റെ കാർട്ടൂൺസുകൾ വരയ്ക്കുമ്പോൾ ഒരു പെൺകുട്ടി വരയ്ക്കുകയാണ്, ഒന്ന് പുരുകം ഇങ്ങനെയൊന്നും പറ്റി വരും. എന്തോ പടച്ചോൻ ആശയ്ക്ക് ഉയർന്ന പുരുകം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ ചില്ലറ അഹങ്കാരങ്ങൾ ആശയ്ക്കുണ്ട് എന്ന് ചിലപ്പം എന്നെപ്പോലുള്ള ആൾക്കാരല്ല, ആശ അധികം അറിയാത്ത ആൾക്കാർ വേണമെങ്കിലും തെറ്റിദ്ധരിച്ചേക്കും. അങ്ങനെ ചിന്തിക്കുന്നുണ്ടാവുന്ന എനിക്ക് തോന്നിയിട്ടില്ല. കാര്യം ആരും എന്നോട് നിങ്ങൾ ആ രീതിയിലൊരു ആറ്റിറ്റ്യൂഡോ, ഇപ്പം എന്നെ ആര് കണ്ടാലും, ഏത് വീട്ടമ്മ കണ്ടാലും ആര് കണ്ടാലും ഓടി വന്ന് സംസാരിക്കും. ഞാൻ തിരിച്ച് വളരെ സ്നേഹമായിട്ട് സംസാരിക്കാറാണ് പതിവ്. കാര്യം അവർ സംസാരിക്കുക, അയ്യോ ഇന്നലെ കണ്ട ആളോടാണ് അവർ സംസാരിക്കുന്നത്. അല്ലാതെ അങ്ങനെ ഒരു അഹങ്കാരം പറഞ്ഞിട്ടുണ്ട്. ആശ പുറമേക്ക് കാണുന്ന പോലും നല്ല വളരെ മൃദുവായിട്ടൊരാളാണ്. മാത്രമല്ല ആശയെ ശരത്തിൻ്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെടാൻ കാരണം വേറൊന്നും കൊണ്ടല്ല. ശരത്തിൻ്റെ ആഗ്രഹപ്രകാരം ആശയെ പെണ്ണ് കാണാൻ പോയപ്പോൾ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടത് ആശയുടെ നുണക്കുഴിയാണെന്ന്. ഇതൊക്കെ ശരത്തേട്ടൻ പറഞ്ഞോ ഈശ്വര? നുണക്കുഴി പറയണമെങ്കിൽ നുണ പറയുന്ന സ്വഭാവം കൂടി ഉണ്ടായിരിക്കണം. അങ്ങനെ നിർബന്ധമൊന്നുമില്ല.